തിരുവെഴുത്തുകളുടെ വിശകലനം ഭാഗം 8. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഉൽപ്പത്തി 2:7 സത്യവേദപുസ്തകം ഇപ്രകാരം പറയുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തി 2:7 POC ബൈബിളിൽ പ്രകാരം പറയുന്നു: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. സത്യവേദ പുസ്തകത്തിലെയും POC ബൈബിളിലെയും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ഇപ്രകാരം വ്യക്തമാവും: യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് ശരീരവും പ്രാണനും ഉണ്ടായിരുന്ന മനുഷ്യനെയാണ് നിർമ്മിച്ചത്. മനുഷ്യൻ്റെ മൺപ്രതിമ അല്ലായിരുന്നു നിർമ്മിച്ചത്. ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു. അതുവരെ അവൻ മൃഗങ്ങളെപ്പോലെ തന്നെ ജീവൻ അഥവാ ആത്മാവ് ഇല്ലാത്ത മനുഷ്യനായിരുന്നു. ശ്വാസോച്ഛ്വാസം നടത്തുകയും ഭക്ഷണം കഴിക്കുകയും വംശവർദ്ധനവ് നടത്തുകയും ചെയ്യുന്ന മൃഗത്തെയും ഇങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 2:19 യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യന് അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുൻപിൽ വരുത്തി. അപ്പം യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് തന്നെയാണ് നിർമ്മിച്ചത്. മനുഷ്യനെ നിർമ്മിച്ചതുപോലെ തന്നെ അവയെയും നിർമ്മിച്ചു. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ശരീരം മാത്രമല്ല, പ്രാണൻ അഥവാ ചേതന അഥവാ ദേഹിയും നിലത്തെ പൊടിയിൽ നിന്നുള്ളതാണ് എന്ന് പ്രത്യേകം പ്രസ്താവ്യം. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ദേഹം മാത്രമല്ല, ദേഹിയും നിലത്തെ പൊടി കൊണ്ടുള്ളതാണ്, പ്രാണനും നിലത്തെ പൊടി കൊണ്ടുള്ളതാണ്, ചേതനയും നിലത്തെ പൊടി കൊണ്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം ഇങ്ങനെ പരാവർത്തനം ചെയ്യാം: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് ദേഹവും പ്രാണനുമുള്ള മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ മനുഷ്യനായി തീർന്നു. ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ ആണ് മനുഷ്യന് ആത്മാവ് അഥവാ ജീവനുണ്ടായത്. അതുവരെയും ദൈവം ജീവശ്വാസം ഊതുന്നത് വരെയും മനുഷ്യന് ജീവനില്ലായിരുന്നു, പക്ഷെ പ്രാണനുണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, മൃഗത്തിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയില്ല, അതിനാൽ അതിന് ആത്മാവ് അഥവാ ജീവനില്ലായിരുന്നു, ജീവൻ ലഭിച്ചില്ല. അതിന് ദേഹം കൂടാതെ നിലത്തു നിന്നുള്ള പ്രാണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജീവനില്ലായിരുന്നു, ആത്മാവില്ലായിരുന്നു. ആത്മാവിൽ ജീവനുണ്ടായിരുന്ന മനുഷ്യന് ദൈവം ഇപ്രകാരം മുന്നറിയിപ്പ് നൽകി. ഉൽപ്പത്തി പുസ്തകം 2:17 എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, നീ ആത്മാവിൽ മരിക്കും. അതാണ് ആദാമിന് ദൈവം കൊടുത്ത മുന്നറിയിപ്പ്. എന്നാൽ ആദാം തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അനുസരണക്കേട് കാണിച്ചു. ആ വിലക്കപ്പെട്ട ഫലം പറിച്ചു തിന്നു. തൽഫലമായി ദൈവം പറഞ്ഞതുപോലെ അവൻ മരിച്ചവനായി, ആത്മാവിൽ മരിച്ചവനായി. ദൈവം ജീവശ്വാസം ഊതി നൽകിയ ആത്മജീവൻ നഷ്ടപ്പെടുത്തിയവനായി. എന്നാൽ നിലത്തെ പൊടിയിൽ നിന്നും ലഭിച്ച പ്രാണൻ അഥവാ ദേഹി നഷ്ടപ്പെടാതെ പിന്നെയും അവൻ 900-ൽ-അധികം വർഷം ശരീരത്തിൽ ജീവിച്ചു. അവനുണ്ടായ ലോകജനത മുഴുവനും അവനെപ്പോലെ ആത്മാവിൽ മരിച്ചവരായി. അതാണ് റോമർ 5:12 ഇപ്രകാരം പറയുന്നു. റോമർ 5:12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ ആദാമിനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു.
അതെ, ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം സകല മനുഷ്യരും പാപത്തിലും ആത്മമരണത്തിലുമായി മൃഗതുല്യര. പാപം ചെയ്ത് ആത്മാവിൽ മരിച്ച ആദാമിനെ ദൈവം ഇപ്രകാരം വിധിച്ചു. ഉൽപ്പത്തി 3:17 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു: നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ അതിൽ നിന്നും അഹോവൃത്തി കഴിക്കും. 18 വാക്യം പറയുന്നു: മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമായിരിക്കും. അതെ, ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അകാല മരണം, പകർച്ചവ്യാധി, ഭൂകമ്പം, യുദ്ധം, കൃഷിനാശം, വെള്ളപ്പൊക്കം, ക്ഷാമം, സുനാമി മുതലായവ ശപിക്കപ്പെട്ട ഭൂമിയുടെ പ്രകൃതിയായിരിക്കുന്നു. അത് ഭൂമിയുടെ പ്രകൃതിയാണ്. ഇതൊന്നും കാലാകാലങ്ങളിൽ ദൈവമോ പിശാചോ ചെയ്യുന്നതല്ല. ഇറ്റ്സ് ദി നേച്ചർ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ പ്രകൃതി ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് സംഭവിക്കുന്നതാണ്. മനുഷ്യർ കഷ്ടപ്പെട്ട് വിത്തുകൾ മുളപ്പിച്ച് വളമിട്ട് കീടനാശിനി അടിച്ച് വിളകളെ വളർത്തുമ്പോൾ കളയും കീടവും സ്വയമേവ ഉണ്ടാവുന്നു. മനുഷ്യർക്ക് ആവശ്യമുള്ളവ കൃഷി ചെയ്ത് വിളയിക്കുമ്പോൾ മുള്ളും പറക്കാരെയും തന്നെ അങ്ങുണ്ടാവുന്നത് ശപിക്കപ്പെട്ട ഭൂമിയുടെ പ്രകൃതിയാണ്. അടുത്ത വാക്യം പറയുന്നു, ഉൽപ്പത്തി 3:19: നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. പാപം ചെയ്ത ജീവൻ അഥവാ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ആദാമിനോട് ദൈവം പ്രസ്താവിച്ച വിധിയാണ്: നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. ക്രിസ്തീയ വിശ്വാസിയുടെ ശവം അടക്കുമ്പോൾ തിരുവഴുത്തിലുള്ളതാണല്ലോ ഇരിക്കട്ടെ എന്ന് കരുതി പല ക്രിസ്തീയ സഭാവിഭാഗക്കാരും ഈ വാക്കുകൾ ചൊല്ലി കൈയൊഴിയുന്നു. നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. ദൈവം ഈ വിധി പ്രസ്താവിച്ചത് ആത്മാവിൽ മരിച്ചവനും ശരീരത്തിൽ പ്രാണനും ഉണ്ടായിരുന്ന ആദാമിനോടായിരുന്നു. അല്ലാതെ ശരീരത്തിൽ മരിച്ച് പ്രാണനില്ലാതെ ശവപ്പെട്ടിയിൽ കടത്തപ്പെട്ടിരിക്കുന്ന ചാക്കോച്ചായനോടല്ലായിരുന്നു. ആത്മാവിൽ മരിച്ച ആദാം മുതൽ യേശുവിൻ്റെ കാലം വരെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് ആളുകൾ നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും എന്ന വിധിക്ക് അധീനരായവരായിരുന്നു. ആദാമിനെ ഏതാണ്ട് 1500 സംവത്സരങ്ങൾക്ക് ശേഷം ഇസ്രയേലിയരുടെ ഒന്നാമത്തെ ദേവാലയം പണി കഴിപ്പിച്ച ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവും ഏതാണ്ട് ഇങ്ങനെ തന്നെ നിരീക്ഷിച്ചു. സഭാപ്രസംഗി 3:18: പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യൻ നിമിത്തമത്രേ, ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല, സകലവും മായയല്ലോ. ശലോമോൻ തുടർന്ന് പറയുന്നു 20-ാം വാക്യത്തിൽ: എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. ആദാമിന് ഏതാണ്ട് 2600 സംവത്സരങ്ങൾക്ക് ശേഷം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു. യോഹന്നാൻ 10:10, 2-ാം ഭാഗം: അവർക്ക് ജീവനുണ്ടാകേണ്ടതിനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു വന്നത് അവൻ പറയുകയാണ്, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അതേ, മൃഗങ്ങളെപ്പോലെ തന്നെ നിലത്തെ പൊടി കൊണ്ടുണ്ടായ ദേഹവും പ്രാണനും ഉണ്ടായിരിക്കുന്ന
എന്നാൽ ആത്മാവ് അഥവാ ജീവനില്ലാത്ത മനുഷ്യർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് യേശു വന്നത്. ആ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർക്ക് ജീവൻ, നിത്യജീവൻ ലഭിക്കുന്നു. മൃഗങ്ങളുടേതുപോലെ തന്നെ പൊടിയിൽ നിന്നുണ്ടായ ദേഹവും പ്രാണനും പൊടിയായി തീരുമെങ്കിലും യേശുവിൽ വിശ്വസിച്ചവരുടെ ആത്മാവ് മരിക്കത്തില്ല, എന്നേക്കും ജീവിക്കുന്നു. അതാണ് യോഹന്നാൻ 11:25 പറയുന്നത്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വാക്യം വ്യക്തതയ്ക്കായി പരാവർത്തനം ചെയ്താൽ ഇങ്ങനെ വായിക്കാം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ശരീരത്തിൽ മരിച്ചാലും ആത്മാവിൽ ജീവിക്കും. ജീവൻ എന്ന അടുത്ത വീഡിയോയിൽ കൂടുതൽ വ്യക്തമായി ഈ വിഷയം പരിഗണിക്കുന്നതായിരിക്കും. അതിനാൽ ഈ ചാനൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ വീക്ഷിച്ച നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ജീവൻ ലഭിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.